നമ്മൾ അടുത്ത ക്ലാസ്സിലേക്ക് നമ്മൾ അറസ്റ്റായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അടുത്ത ക്ലാസ്സിലേക്ക് പി കെ ലേണിങ്സിൻ്റെ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് വരുമ്പോൾ നമ്മൾ അറസ്റ്റിൻ്റെ ബാലൻസാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ അറസ്റ്റിൻ്റെ ബാലൻസിലേക്ക് പോകാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് സെക്ഷൻ 41 വരെയായിരുന്നു നമ്മൾ പറഞ്ഞു നിന്നിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ 42 പഠിക്കാൻ പോകുന്നത് 42-ൽ നമ്മൾ പറയാൻ പോകുന്ന ഇതാണ്. എന്താണ് ആംഡ് ഫോഴ്സ് മെമ്പേഴ്സ്. ആംഡ് ഫോഴ്സ് മെമ്പേഴ്സിനെ എന്താണ് സായുധ സേനയിൽപ്പെട്ട അംഗങ്ങളെ അറസ്റ്റ് ചെയ്യാൻ എന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് അറസ്റ്റ് ചെയ്യാമോ ചെയ്യാൻ പാടില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവരെ അറസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ് ഒരു സായുധ സേന അംഗം അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ എന്താണ് ഒഫീഷ്യൽ ഡ്യൂട്ടി ഡിസ്ചാർജ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അങ്ങനെ എന്തെങ്കിലും പ്രൊവിഷൻസ് ഒക്കെ ആയിട്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കൺസെൻറ്റോട് കൂടിയേ എന്ത് ചെയ്യാൻ പാടുള്ളൂ അറസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. ഈ ആംഡ് ഫോഴ്സ് മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ചില സാഹചര്യങ്ങൾ അവരെ ഡയറക്റ്റ് അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നത് സെൻട്രൽ ഗവൺമെൻറ് ആയിരിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ ചില സാഹചര്യത്തിൽ അവർ സെർവ് ചെയ്യുന്നു. അത് ഏത് സാഹചര്യത്തിലാണ്? അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ഇത് തന്നെയാണ് ആംഡ് ഫോഴ്സ് ആണ്. ആംഡ് ഫോഴ്സ് ചിലപ്പോൾ സ്റ്റേറ്റ്സ് ഗവൺമെൻറ്റുകൾക്ക് വേണ്ടിയിട്ട് സെർവ് ചെയ്യാറുണ്ട്. അപ്പോൾ ആർക്ക് വേണ്ടിയിട്ടാണോ സെർവ് ചെയ്യുന്നത് എന്ന് നോക്കണം. ആംഡ് ഫോഴ്സ് മെമ്പേഴ്സിൽ അവരെ അറസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ആദ്യം ഈ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പ്രൊവിഷൻസ് ഒബ്റ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. പ്രൊവിഷൻസ് അല്ല, കൺസെൻറ്റ് ഒബ്റ്റെയിൻ ചെയ്യുക. അതല്ല എന്നുണ്ടെങ്കിൽ ഇവർ എവിടെയാണ് സെർവ് ചെയ്യുന്നത്? സെൻട്രൽ ഗവൺമെൻറ്റിനെയാണ് സെർവ് ചെയ്യുന്നതെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കൺസെൻറ്റും, സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെയാണ് സെർവ് ചെയ്യുന്നതെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കൺസെൻറ്റും ഒബ്റ്റെയിൻ ചെയ്യുക. ദെൻ സെക്ഷൻ 43-ലാണ് പറയുന്നത് എങ്ങനെയാണ് അറസ്റ്റ് മേക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണ്. ഓക്കെ, അറസ്റ്റ് എങ്ങനെയാണ് മെയ്ഡ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോലീസ് ഓഫീസറോ മറ്റേത് വ്യക്തികളോ ആരാണോ അറസ്റ്റ് ചെയ്യുന്നത്, കാരണം ഇപ്പം നമ്മൾ പറഞ്ഞനുസരിച്ച് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ അറസ്റ്റ് ചെയ്യാം, അതല്ലെങ്കിൽ മജിസ്ട്രേറ്റിനെ അറസ്റ്റ് ചെയ്യാം, അതും അല്ല എന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് പേഴ്സൺസിന്. അപ്പോൾ ഇവരിതിൽ ഏത് വ്യക്തികൾ വേണമെങ്കിലും അറസ്റ്റ് ചെയ്തോട്ടെ. അങ്ങനെ അറസ്റ്റ് ചെയ്യുമ്പോൾ ആക്ച്വലി ടച്ച് ഓർ കൺഫൈൻ ദ ബോഡി എന്നുള്ള അറസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ബോഡിയിൽ ടച്ച് ചെയ്തുകൊണ്ട് വേണം പറയണം. ഓക്കെ, അറസ്റ്റ് ചെയ്തു എന്ന് പറയണം. ഇനി അൺലെസ് ദെയർ ബി എ സബ്മിഷൻ ടു ദ കസ്റ്റഡി ബൈ വേർഡ് ഓർ ആക്ഷൻ, അതല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇയാളെ ഇങ്ങനെ പിടിക്കണം, അതല്ലെങ്കിൽ അറസ്റ്റ് ചെയ്തു എന്ന് പറയണം. വാഗൊണ്ട് പറയുകയോ ആക്ഷനോടി കാണിക്കുകയോ ചെയ്തിരിക്കണം. എന്നാൽ അതൊരു വുമണിനെയാണ് നിങ്ങൾ അറസ്റ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഓക്കെ, ഇങ്ങനെ സാഹചര്യം നോക്കുക. സാഹചര്യം എന്ന് പറയുന്നത് ഒരു വുമണിനെ എന്ന് പറഞ്ഞാൽ ഇവർ ഭയങ്കരമായിട്ട് ബലം പ്രയോഗിച്ച് കസ്റ്റഡിയിൽ നിന്ന് ചാടിപ്പോകാനുള്ള ടെൻഡൻസി ഒക്കെ ആണോ കാണിക്കുന്നത്, അതോ നോർമൽ കാം ആൻഡ് കൂളായിട്ട് നിൽക്കുന്ന ഒരു സ്ത്രീയാണോ എന്ന് നോക്കുക. അവരുടെ സബ്മിഷൻ എന്ന് പറയുന്നത് ഓറൽ ഇൻറ്റിമേഷൻ തന്നെ മതി, അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന് മാത്രം പറഞ്ഞാൽ മതി. അതല്ല എന്നുണ്ടെങ്കിൽ ഒരു വുമൺ ഫീമെയിൽ പോലീസ് ഉദ്യോഗസ്ഥ തന്നെ വേണം ബോഡിയിൽ ടച്ച് ചെയ്തുകൊണ്ട് അറസ്റ്റ് ചെയ്തു എന്ന് പറയാൻ, ഇല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യുകയോ ഒന്നുകിൽ പറയുകയോ അതല്ലെങ്കിൽ ആ ആക്ഷൻ ചെയ്യാനോ പാടുള്ളൂ. ഓക്കെ, ഇനി അതല്ല, ഈ പേഴ്സൺ അറസ്റ്റ് ചെയ്യപ്പെടുന്ന വ്യക്തി ഫോഴ്സിബിൾ, അതായത് ബലം പ്രയോഗിച്ച് അറസ്റ്റിനെ എതിർക്കുകയാണ് എന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ അറസ്റ്റിൽ നിന്ന് കുതറിയോടാൻ രക്ഷപ്പെട്ടു പോകാൻ ടെൻഡൻസി കാണിക്കുന്നുണ്ടെങ്കിൽ ആ പോലീസ് ഓഫീസറോ മറ്റ് പേഴ്സൺസോ എന്ത് ചെയ്യണം? നെസസറി മേ യൂസ് ഓൾ മീൻസ് നെസസറി ടു എഫക്ട് ദ അറസ്റ്റ്. അതായത് കയ്യിലിരിക്കുന്ന ഇവൻ ചാടിപ്പോകാനുള്ള എല്ലാ തരത്തിലുള്ള ടെൻഡൻസി കാണിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഫോഴ്സ് ഉപയോഗിച്ച് എന്ത് ചെയ്യാം? ഹാൻഡ്കഫൊക്കെ ഇടുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതാണ് പറയുന്നത് ഓൾ മീൻസ്, എല്ലാ തരത്തിലുമുള്ള മീൻസുകളും ഉപയോഗിക്കാം. എല്ലാ മീൻസുകളും ഉപയോഗിക്കുക എന്ന് പറഞ്ഞ് ഫോഴ്സ് ഉപയോഗിച്ച് കൊണ്ട് ആ അറസ്റ്റ് ഇഫക്റ്റ് ചെയ്യാം എന്നാണ് പറയുന്നത്. ഇങ്ങനെ ഈ പോലീസ് ഓഫീസർ ഈ പറയുന്ന കുറ്റകൃത്യത്തിൻ്റെ ഗ്രാവിറ്റിയൊക്കെ നോക്കിക്കൊണ്ട് യൂസ് ഹാൻഡ് കഫ്. ഇനി എപ്പോഴാണ് ഹാൻഡ് കഫ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസ് ഹാൻഡ് കഫ് വൈൽ മേക്കിംഗ് ദ അറസ്റ്റ് ഓഫ് ദ പേഴ്സൺ എന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴും ഇയാളെ അറസ്റ്റ് എന്ന് പറഞ്ഞ ഉടനെ അങ്ങ് ഹാൻഡ് കഫ് എന്നല്ല അതിൻ്റെ അർത്ഥം. നേച്ചർ ഓഫ് ദി നേച്ചർ ആൻഡ് ഗ്രാവിറ്റി ഓഫ് ദ ഒഫൻസ്. ഈ ഒഫൻസിൻ്റെ നേച്ചറും ഗ്രാവിറ്റിയും അനുസരിച്ച്, അതായത് ഇവൻ ചാടിപ്പോകാനുള്ള ലക്ഷണമൊക്കെ കാണിക്കുന്നുണ്ടോ, ഭയങ്കര ഫോഴ്സ് ഉപയോഗിച്ച് 10 പേര് പിടിച്ചാലൊന്നും നിൽക്കുന്ന കൂട്ടത്തിലൊന്നും അല്ല, അങ്ങനെയൊക്കെയുള്ള ആളാണോ എന്നൊക്കെ നോക്കണം. അതല്ലെങ്കിൽ ഇയാളൊരു ഹാബിറ്റ്സിലോ അതല്ലെങ്കിൽ റിപ്പീറ്റ് ഒഫൻഡറാണ്.
ഹാബിച്വൽ ഒഫൻഡറാണ്. അത് എങ്ങനെയാണ് ഈ അയാളുടെ ശീലം അതാണ് ഹാബിച്വലായിട്ടുള്ള ഒഫൻഡർ. ആ കുറ്റകൃത്യം തന്നെ അയാൾ ചില വ്യക്തികൾ, അതായത് നമ്മൾ ക്രിമിനോളജിയൊക്കെ പഠിക്കുമ്പോൾ ഈ ഒഫൻഡേഴ്സിൻ്റെ നേച്ചറൊക്കെ കാണുമ്പോൾ ചില ആൾക്കാരെന്നാണ് ഹാബിച്വലാണ്, ചില കുറ്റകൃത്യങ്ങൾ അവരത് മാത്രമേ ചെയ്യുകയുള്ളൂ, റിപ്പീറ്റ് ഒഫൻഡേഴ്സ് ആയിരിക്കും. ഇവർ ഈ കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ, അതല്ലാന്നുണ്ടെങ്കിൽ ഈ വ്യക്തി എന്താണ് ഒരു ഓർഗനൈസ്ഡ് ക്രൈം കമ്മിറ്റ് ചെയ്ത ഒരാളാണെങ്കിൽ, അതല്ലെങ്കിൽ ഇവൻ ഒരു ടെററിസ്റ്റ് ആക്ട് ചെയ്ത ആളാണെങ്കിൽ, ഡ്രഗ് റിലേറ്റഡ് ക്രൈമോ ഇല്ലീഗൽ പൊസഷൻ ഓഫ് ആംസ് ആൻഡ് അമ്മ്യൂണിഷൻ, ഇല്ലീഗലായിട്ട് നിയമവിരുദ്ധമായിട്ട് ആയുധങ്ങളും അതിനനുസരിച്ചുള്ള വെടിക്കോപ്പുകളും ഒക്കെ ഇവൻ കൈവശം വെച്ചിരിക്കുന്നവനാണ്, ഒരു കൊലപാതകയാണെങ്കിൽ, ഒരു റേപ്പ് കമ്മിറ്റ് ചെയ്ത ആളാണെങ്കിൽ, ആസിഡ് അറ്റാക്ക് നടത്തിയ ആളാണെങ്കിൽ, എന്താണ് കൗണ്ടർ ഫിറ്റിംഗ് ഓഫ് കോയിൻസ് കപട നാണയങ്ങളൊക്കെ ഉണ്ടാക്കിയവനാണെങ്കിൽ, ഹ്യൂമൻ ട്രാഫിക്കിംഗ് മനുഷ്യക്കടത്ത് നടത്തിയവനാണെങ്കിൽ, സെക്ഷൽ ഒഫൻസുകളൊക്കെ ചെയ്തിട്ടുള്ള ആണെങ്കിൽ, എന്താണ് ചിൽഡ്രൻസിന് എഗെയിൻസ്റ്റ് ആയിട്ടോ സ്റ്റേറ്റിന് എഗെയിൻസ്റ്റ് ആയിട്ടോ ഒക്കെ സെക്ഷൽ ഒഫൻസുകൾ നടത്തിയിട്ടുള്ള ആളാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ എന്താണ് അവിടെയെല്ലാം നമ്മൾക്ക് എന്ത് യൂസ് ചെയ്യാം? ഹാൻഡ് കഫുകൾ യൂസ് ചെയ്യാം. അതാണ് കണ്ടോ, ഇപ്പോൾ ഇത്രയും പറഞ്ഞത്, ഈ പറഞ്ഞ എല്ലാ കുറ്റകൃത്യവും എങ്ങനെയാണ് കുറച്ചും കൂടെ ഗ്രാവിറ്റി കൂടിയതാണ് കണ്ടോ. അതായത് റിപ്പീറ്റ് ഒഫൻഡർ, ഹാബിച്വൽ ഒഫൻഡേഴ്സ്, കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ടു പോയവന്മാർ, അതല്ലാന്നുണ്ടെങ്കിൽ ഓർഗനൈസ്ഡ് ക്രൈം, നമ്മൾ BNS പഠിക്കുന്ന ഓർഗനൈസ്ഡ് ക്രൈം, ടെററിസ്റ്റ്, ഇതെല്ലാം BNS തന്നെയാണ്. ടെററിസ്റ്റ് ആക്ട്, ഡ്രഗ് റിലേറ്റഡ് ക്രൈം, ഇല്ലീഗൽ പൊസഷൻ ഓഫ് ആംസ്, ഇതെല്ലാം സീരിയസ് ഒഫൻസുകളാണ്. അതിൻ്റെ നേച്ചറും ഗ്രാവിറ്റി അനുസരിച്ച് അവൻ്റെ കയ്യിൽ എന്ത് ഉപയോഗിച്ചോണം? ഹാൻഡ് കഫ് ഉപയോഗിച്ചുള്ള എന്നുള്ളതാണ്. ഇനി ഓക്കെ, അടുത്തത് ഇതേ സാഹചര്യത്തിൽ ഒരു വുമൺ ആണ് എന്നുണ്ടെങ്കിൽ, നോ വുമൺ ഷാൽ ബി അറസ്റ്റഡ് ആഫ്റ്റർ സൺസെറ്റ്. ഓക്കെ, ഇപ്പം നമ്മൾക്ക് അറസ്റ്റ് ചെയ്യപ്പെടേണ്ട വ്യക്തി എന്ന് പറയുന്നത് ഒരു വുമൺ ആണ് എന്നുണ്ടെങ്കിൽ എന്താണ്, സൺസെറ്റിന് ശേഷവും സൺറൈസിന് മുൻപും അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നാണ്. എന്താണ് സേവ് ഇൻ എക്സെപ്ഷണൽ സർക്കംസ്റ്റാൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു അബ്സല്യൂട്ട് പ്രൊവിഷനൊന്നും അല്ല. എക്സെപ്ഷണൽ സർക്കംസ്റ്റാൻസുകളിൽ ഒഴികെ ഇവരെ എന്ത് ചെയ്യാം, അതായത് എന്താണ് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ചെയ്യാമെന്നാണ് പറയുന്നത്. സൺസെറ്റിന് ശേഷവും സൺറൈസിന് മുമ്പും വുമൺസിനെ ആണെങ്കിലും അറസ്റ്റ് ചെയ്യാം. അതുകൊണ്ടാണ് ആദ്യം അങ്ങനെ ഒരു വാക്ക് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ എക്സെപ്ഷണൽ സർക്കംസ്റ്റാൻസ് നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആ വുമണിനെ ഒരു വുമൺ പോലീസ് ഓഫീസറിന് എന്താണ് റിട്ടേൺ റിപ്പോർട്ടുകൾ എഴുതി തയ്യാറാക്കിയതിന് ശേഷം പ്രയർ പെർമിഷൻ മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് നിന്ന്, ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് നിന്ന് പ്രയർ പെർമിഷൻ ഒബ്റ്റെയിൻ ചെയ്തതിന് ശേഷം എന്താണ് ഈ സൺസെറ്റിന് ശേഷവും സൺറൈസിന് മുമ്പും അറസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. ഒരു വുമണിനെ സൺസെറ്റിന് ശേഷം ആൻഡ് സൺറൈസിന് ബിഫോർ അറസ്റ്റ് ചെയ്യാൻ പാടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാടാം, നമുക്ക് അറസ്റ്റാം. അപ്പോൾ എങ്ങനെയാണ് അയാൾ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്? എക്സെപ്ഷണൽ സർക്കംസ്റ്റാൻസ് നിലനിൽക്കുന്നുണ്ടെങ്കിൽ വുമൺ പോലീസ് ഓഫീസറിന് എന്താണ് മജിസ്ട്രേറ്റ്, ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിൻ്റെ കയ്യിൽ നിന്നും കൺസെൻറ്റ് വാങ്ങിക്കൊണ്ട്, അതല്ലെങ്കിൽ റിപ്പോർട്ട് കൺസെൻ്റ് അല്ല പെർമിഷൻ മേടിച്ചുകൊണ്ട് നമ്മൾക്ക് എന്ത് ചെയ്യാം, അറസ്റ്റ് ചെയ്യാം. എക്സെപ്ഷണൽ സർക്കംസ്റ്റാൻസസ് മസ്റ്റ് ബി എക്സിസ്റ്റ് ദെയർ എന്നുള്ളതാണ്. ഇനി നമ്മൾ അറസ്റ്റൊക്കെ ചെയ്ത് കഴിഞ്ഞു. മതീഷിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ മതീഷിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് അങ്ങനെ അങ്ങ് പോവുകയാണോ ചെയ്യുന്നത്? അല്ല. സെക്ഷൻ 44 പറയുന്നു എന്താണ്, സെർച്ച് ഓഫ് പ്ലേസ് എൻഡേഡ് ബൈ പേഴ്സൺ സോട്ട് ടു ബി അറസ്റ്റഡ് എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് നമ്മൾ അടുത്ത പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ അറസ്റ്റ് ചെയ്യപ്പെടാൻ പോകുന്നത് അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു വ്യക്തിയെ നമ്മൾ എന്ത് ചെയ്യാൻ വേണം, അറസ്റ്റിന് വേണ്ടി ഒരാൾ അവിടെ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായി നമ്മളവിടെ ചെല്ലുമ്പോൾ നമ്മൾ ആ സ്ഥലം സെർച്ച് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഏത് പേഴ്സൺ ആണോ, അപ്പോൾ വാറണ്ടും കൊണ്ട് വരികയാണ്, അതല്ല എന്നുണ്ടെങ്കിൽ പോലീസ് ഓഫീസറിന് ഇവനെ അറസ്റ്റ് ചെയ്യാൻ അതോറിറ്റി ഉള്ള ഒരു പോലീസ് ഓഫീസറിന് വ്യക്തമായിട്ടുള്ള എന്താണ് വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ് ഹാസ് എൻറ്റേഡ് ഇൻടു, അതായത് മതീഷ് അവിടെ ഒളിച്ചിരിപ്പുണ്ട് എന്ന ഒരു വ്യക്തമായിട്ടുള്ള വിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് വാറണ്ടൊക്കെ ആയിട്ട് വരികയാണ്. അതല്ലെങ്കിൽ അപ്പോൾ നമ്മൾ സംശയിക്കപ്പെടുന്ന ഇല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു വ്യക്തി ഉണ്ട് എന്ന് കരുതുന്ന ഒരു സ്ഥലത്തോ, അതല്ല എന്നുണ്ടെങ്കിൽ എനി പ്ലേസ് എനി പേഴ്സൺ റിസൈഡിങ് ഇൻ ഓർ ബീയിങ് ഇൻ ചാർജ് ഓഫ് സച്ച് പ്ലേസ് ഷാൽ, അതല്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്
വിശ്വസിക്കത്തക്ക കാരണങ്ങളുണ്ട്. എന്താണ്, എനി പോലീസ് ഓഫീസർ ഹാസ് റീസൺ ടു ബിലീവ് ദാറ്റ് ദ പേഴ്സൺ ടു ബി അറസ്റ്റഡ് ഹാസ് എൻറ്റേർഡ് ഇൻ ടു. അപ്പം അറസ്റ്റ് ചെയ്യപ്പെടേണ്ട വ്യക്തി അവിടെ ഇരിപ്പുണ്ട് എന്നുള്ള വ്യക്തമായ തെളിവിൻ്റെയോ വിശ്വസിക്കത്തക്ക കാരണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വരുമ്പോൾ ആ സ്ഥലത്ത് പ്രവേശിക്കാനും അവിടെ ഫ്രീ ഇൻഗ്രൻസ് ദെയർ ടു എന്നുള്ളതാണ്. ആൻഡ് അഫോർഡ് ഓൾ റീസണബിൾ ഫെസിലിറ്റീസ് ഫോർ സെർച്ച് ദെയർ ഇൻ എന്നുള്ളതാണ്. അപ്പോൾ മതീഷ് ഒളിച്ചിരിക്കുന്നു എന്ന് അറിയുന്ന ഒരു സ്ഥലത്ത് വന്ന അതൊരു വീടാണ്, മറ്റെന്തെങ്കിലും എന്ത് സ്ഥലം വേണമെങ്കിലും ആയിക്കോട്ടെ, ആ പ്ലേസിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യണം? ഫ്രീ ഇൻഗ്രസ് ആണ്, അദ്ദേഹത്തിന് എൻ്റർ ചെയ്യാൻ അനുവദിക്കണം. അതായത് തടയാൻ പാടില്ല. അദ്ദേഹം ആരാണ്? ഈ പോലീസ് ഉദ്യോഗസ്ഥനെ അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി ചെയ്യാൻ എന്നതിൽ നിന്ന് തടയാൻ പാടില്ല. അത് മാത്രമല്ല, ഇവിടേക്ക് സെർച്ചിന് വേണ്ടി കയറുമ്പോൾ എല്ലാ നെസസറി ഫെസിലിറ്റീസും ചെയ്തു കൊടുക്കണം എന്നുള്ളതാണ്, തടയാൻ പാടുള്ളതല്ല എന്നാണ്. അടുത്തത് ഈ ഇൻഗ്രൻസ് എന്ന് പറയുന്നത്, ഇൻഗ്രൻസ് എന്ന് പറഞ്ഞാൽ എൻട്രൻസ് എന്നുള്ളതാണ്, അകത്തേക്ക് കയറുക, ഫ്രീ ഇൻഗ്രൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം നമ്മളിപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ മതീഷിനെ അറസ്റ്റ് ചെയ്യാൻ അവിടെ ചെന്ന് ഒരു സ്ഥലത്ത്, മതീഷ് ഒളിച്ചിരിക്കുന്ന ഒരു സ്ഥലത്ത് ചെന്നു. മതീഷിൻ്റെ ഫ്രണ്ട്സും അല്ലെങ്കിൽ ഗുണ്ടാ വിളയാട്ടമാണ്, ഇവരൊന്നും സമ്മതിക്കുന്നില്ല. പോലീസ് ഉദ്യോഗസ്ഥന് ഫ്രീ ആയിട്ട് വളരെ സ്മൂത്തായിട്ട് അകത്ത് ചെല്ലാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ലോഫുൾ ഇൻ എനി കേസ്. അപ്പോൾ വാറണ്ടും കൊണ്ടാണ് വന്നിട്ടുള്ളത്. അത് മാത്രമല്ല ഈ പറയുന്ന ഒബ്റ്റൈൻഡ് വിത്തൗട്ട് അഫോർഡിങ് ദ പേഴ്സൺ ടു ബി അറസ്റ്റഡ് ഓപ്പർച്യൂണിറ്റി. അതായത് ഇനി അഥവാ വാറണ്ട് കൊണ്ടുവന്നാൽ, ഇനി വാറണ്ട് ഇല്ലാതെയാണ് വരുന്നത്, വാറണ്ട് ഇല്ലാതെ നമുക്ക് അറസ്റ്റ് ചെയ്യാം, ഇവൻ ചാടിപ്പോകരുത്, കാരണം ഇവനെ അറസ്റ്റ് ചെയ്യണം നമ്മൾ. അപ്പം എസ്കേപ്പ് ചെയ്യാനുള്ളൊരു സാഹചര്യം കൊടുക്കാതെ ആ പോലീസ് ഉദ്യോഗസ്ഥന് ആ പ്ലേസിൽ എൻ്റർ ചെയ്യാവുന്നതും സെർച്ച് ചെയ്യാവുന്നതും ആ എൻട്രൻസ് അല്ലെങ്കിൽ അത് ഇഫക്റ്റ് ചെയ്യുന്നതിലേക്ക് വേണ്ടിയിട്ട്, അറസ്റ്റ് ഇഫക്റ്റ് ചെയ്യുന്നതിലേക്ക് വേണ്ടിയിട്ട്, അറസ്റ്റ് നടപ്പിലാക്കുന്നതിലേക്ക് വേണ്ടിയിട്ട് ബ്രേക്ക് ഓപ്പൺ ചെയ്യാം. പൂട്ടിയിട്ട സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ പൂട്ടൊക്കെ പൊളിച്ച് നമുക്ക് അകത്ത് കയറാം. ഔട്ടറോ ഇന്നർ ഡോറോ അതല്ലെങ്കിൽ പുറമേയുള്ള വാതിലോ അകത്ത വാതിലോ. ഇപ്പോൾ ഫ്രണ്ട് ഡോർ ഓപ്പൺ ആയിട്ടായിരുന്നു കിടന്ന് നമ്മൾ അകത്ത് കയറുക, അപ്പോൾ അകത്ത് റൂമാണ് അടച്ചിട്ടിരിക്കുന്നത്. അപ്പോൾ അകത്ത് റൂം ബ്രേക്ക് ഓപ്പൺ ചെയ്യാന്ന് പറഞ്ഞാൽ മൊത്തം തല്ലിപ്പൊട്ടിക്കണ്ട, പൂട്ടൊക്കെ തല്ലിപ്പൊളിച്ച് അകത്ത് കയറാം, അതല്ലെങ്കിൽ വിൻഡോ പൊളിച്ച് അകത്ത് കയറാം. ഇനി അങ്ങനെ ഒരു വ്യക്തി അവിടെ ഉണ്ട് എന്നുള്ളത് പർപ്പസ് നമ്മൾ അറിയിക്കണം. പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഫുള്ളായിട്ട് ഡിമാൻഡ് ചെയ്തു, ദാണ്ടേ വാറണ്ടൊക്കെ കൊണ്ടാണ് വന്നിരിക്കുന്നത്, പക്ഷേ അകത്തേക്ക് കടത്തിയില്ല, അതല്ല എന്നുണ്ടെങ്കിൽ അത് പൂട്ടിയിട്ടിരിക്കുകയാണ്, പക്ഷേ അവൻ അതിനകത്തുണ്ട് എന്ന് നമുക്ക് വ്യക്തമായിട്ടുള്ള തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പം ബ്രേക്ക് ഓപ്പൺ ചെയ്ത് അകത്ത് കയറാം, അത് ലോഫുള്ളാണ്. ഫോർ ദി പർപ്പസ് ഓഫ് മേക്കിംഗ് ഇഫക്റ്റീവ്. എന്ത് ഇഫക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ടാണ്? ആ അറസ്റ്റ് ഇഫക്റ്റീവ് ആക്കാൻ എന്നതിലേക്ക് വേണ്ടിയിട്ടാണ്. ഇനി അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, ഇനി അങ്ങനെ ഒരു സ്ഥലം എന്ന് പറയുന്നത് അപ്പാർട്ട്മെൻറ്റ്, അതല്ലാതെ ആക്ച്വൽ ഒക്യുപ്പൻസി ഫീമെയിലാണ്. അപ്പോൾ എന്നാൽ ഈ നമ്മളുടെ ഈ കുറ്റം ചെയ്ത ആൾ, ഈ പറഞ്ഞ പ്രതി എന്ന് പറയുന്ന ആൾ ഒളിച്ചിരിക്കുന്നൊരു സ്ഥലം സാധാരണ രീതിയിൽ അതല്ല എന്നുണ്ടെങ്കിൽ അവിടെ യഥാർത്ഥത്തിൽ അവിടെ ഒരു ഫീമെയിൽ ഓക്കുപ്പൈ ചെയ്യുന്നതാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ഫീമെയിലിനെ അല്ല നമ്മൾ അറസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഫീമെയിലിൻ്റെ പ്രത്യേകത ഇവരുടെ കസ്റ്റം അനുസരിച്ച് ചിലപ്പോൾ ഈ പർദാനാഷ്യം ലേഡി എന്നൊക്കെ പറയുമ്പോൾ അവരുടെ കമ്മ്യൂണിറ്റി റിലീജിയസ് പ്രാക്ടീസുകൾ അനുസരിച്ച് പബ്ലിക്കിലേക്ക് അവർ വരില്ല, മറ്റുള്ള വ്യക്തികളുടെ മുന്നിലേക്ക് അവർ എന്ത് ചെയ്യില്ല, എക്സ്പോസ് ചെയ്തില്ല, അല്ലെങ്കിൽ അവർ മുൻപിലേക്ക് വരില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സ്ത്രീകളൊക്കെ ഉള്ള സ്ഥലമാണ് അതെങ്കിൽ ആ ഫീമെയിൽസിന് അവരൊരു സെക്യൂർ ആയിട്ടുള്ള പ്ലേസിലേക്ക് മാറാൻ കുറച്ച്, നമ്മളൊരു വീട്ടിൽ ചെന്നു അവരുടെ കസ്റ്റം അല്ലെങ്കിൽ റിലീജിയസ് പ്രാക്ടീസ് അനുസരിച്ച് അതിനെ പറയുന്ന പർദാനാഷ്യം ലേഡീസൊക്കെ ഉള്ള സ്ഥലങ്ങളാണ് എന്നുണ്ടെങ്കിൽ, അതായത് എല്ലാ വ്യക്തികളും അത്രയും സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നവരായിരിക്കത്തില്ല. അങ്ങനെ ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഒരു സെക്യൂർഡായ പ്ലേസിലേക്ക് മാറാനുള്ള ഒരു സമയം കൊടുത്തിട്ട് വേണം ഈ പോലീസ് ഉദ്യോഗസ്ഥർ ബ്രേക്ക് ഓപ്പൺ ചെയ്യാനോ അവിടെയൊക്കെ ഇടിച്ച് പൊളിച്ച് അതിനകത്ത് കയറാനോ ഒക്കെ ചെയ്യേണ്ടത്. അടുത്തത്, ഇങ്ങനെ ഏതെങ്കിലും ഒരു പോലീസ് ഓഫീസർ എന്ന് പറയുന്നത് ഓക്കെ ബ്രേക്ക് ഓപ്പൺ ഒക്കെ ചെയ്ത് ഔട്ടറോ അല്ലെങ്കിൽ ഇന്നർ ഡോറോ വിൻഡോയോ ഒക്കെ നമ്മൾ പൊളിച്ച് അകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ ഇൻ ഓർഡർ ടു ലിബറേറ്റ് ഹിംസെൽഫ് ഫോർ എനി അതർ പേഴ്സൺ ഹു ഹാവിങ് ലോഫുള്ളി എൻറ്റേർഡ് ഫോർ ദി പർപ്പസ് ഓഫ് മേക്കിംഗ് ആൻ അറസ്റ്റ് ഈസ് ഡീറ്റെയിൻഡ് ദെയറിൻ എന്നുള്ളതാണ്. അപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ ഓതറൈസേഷനുള്ള മറ്റേതെങ്കിലും വ്യക്തികൾക്കോ ഈ പറയുന്ന അറസ്റ്റ് നടപ്പിലാക്കാൻ വേണ്ടി അകത്ത് കടക്കാവുന്നതും അറസ്റ്റ് നടപ്പിലാക്കാവുന്നതുമാണ്. ബ്രേക്ക് ഓപ്പൺ ഒക്കെ ചെയ്ത് അകത്ത് കടക്കാവുന്നതാണ്. ഇനി
അടുത്തതാണ് സെക്ഷൻ 45, പർസ്യൂട്ട് ഓഫ് ഒഫൻഡേഴ്സ് ഇൻ ടു അതർ ജൂറിസ്ഡിക്ഷൻ. ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ എന്താണ്, ഒരു പോലീസ് സ്റ്റേഷൻ കാണും. ആ ഒരു പോലീസ് സ്റ്റേഷൻ്റെ അധികാരപരിധി, ഇവിടെ ഒരു കുറ്റകൃത്യം നടക്കുന്നു, ഈ ഒഫൻസ് നടക്കുന്നു, ഈ ഒഫൻസ് നടക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ ഒഫൻഡറെ നമ്മൾ ഇതിനകത്തിട്ട് ഓടിച്ചിട്ട് പിടിക്കുന്നു. ഇവിടെയൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഒളിച്ചിരിക്കുന്നവന്മാരെയൊക്കെ അവിടെയൊക്കെ ചെന്ന് എന്താണ് നമ്മൾ സെർച്ച് നടത്തുന്നു, സീഷർ നടത്തുന്നു, ഇവന്മാരെയൊക്കെ പിടിച്ചെടുക്കുന്നു, അറസ്റ്റ് ചെയ്യുന്നു. ഇതെല്ലാം ഈ ഒരു പോലീസ് സ്റ്റേഷൻ്റെ അധികാര പരിധിക്കകത്താണ്, ജൂറിസ്ഡിക്ഷൻ്റെ അകത്താണ്. ഈവൻ ഈ പറയുന്ന ഒഫൻഡർ ഈ ജൂറിസ്ഡിക്ഷൻ വിട്ട് ഇപ്പോൾ എന്താണ് ഒരു ജൂറിസ്ഡിക്ഷൻ വിട്ട് അവൻ അടുത്ത ജൂറിസ്ഡിക്ഷനിലേക്ക് പോയെങ്കിലോ അടുത്ത സ്ഥലത്തേക്ക് പോയെങ്കിലോ, അപ്പോൾ ഒരു സ്റ്റേഷൻ്റെ പരിധി വിട്ട് അവൻ അടുത്ത സ്റ്റേഷൻ്റെ പരിധിയിലേക്ക് ഓടിപ്പോയെങ്കിലോ, അതാണ് പർസ്യൂട്ട് ഓഫ് ഒഫൻഡേഴ്സ് ഇൻ ടു അതർ ജൂറിസ്ഡിക്ഷൻ എന്നുള്ളതാണ്. കുറ്റക്കാരെ മറ്റ് എന്താണ് അധികാരിത പ്രദേശങ്ങളിലേക്ക് പിന്തുടരാൻ പോവുകയാണ്. പർസ്യൂട്ട് ചെയ്യാൻ നമ്മൾ പിന്തുടരാൻ പോവുകയാണ്. എവിടേക്കാണ് നമ്മൾ പിന്തുടരാൻ പോകുന്നത്? അതർ ജൂറിസ്ഡിക്ഷനിലേക്കാണ് നമ്മൾ പിന്തുടരാൻ പോകുന്നത്. ഒരു പോലീസ് ഓഫീസറിന് ഇത്രയേ ഉള്ളൂ, ഉദ്ദേശിക്കുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ഒരു പോലീസ് ഉദ്യോഗസ്ഥന് അദ്ദേഹത്തിൻ്റെ എന്താണ് ഈ ഡ്യൂട്ടി നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു സ്റ്റേഷൻ പരിധിക്കകത്ത് മാത്രമേ നിൽക്കാൻ പറ്റുകയുള്ളൂ, അതാണ് ചോദിക്കുന്നത്. അങ്ങനെയല്ല, അദ്ദേഹത്തിന് എന്ത് ചെയ്യാം? അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റ് ജൂറിസ്ഡിക്ഷനുകളിലേക്ക് പോകാം. അപ്പോൾ ഒരു പോലീസ് ഓഫീസർ എന്താണ് ഫോർ ദി പർപ്പസ് ഓഫ് അറസ്റ്റിംഗ് വിത്തൗട്ട് വാറണ്ട്. അപ്പോൾ എന്താണ് പർപ്പസ് എന്ന് പറഞ്ഞാൽ അറസ്റ്റാണ്. അറസ്റ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയുള്ള അറസ്റ്റാണ്? വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യണം. വാറണ്ട് ഇല്ലാതെ അവനെ അറസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവൻ അത്രയും എന്താണ് സീരിയസ് ആയിട്ടുള്ള ഒഫൻസ് കമ്മിറ്റ് ചെയ്തവനാണ്. കാരണം വാറണ്ട് മേടിച്ചുകൊണ്ട് വരുമ്പോഴത്തേക്കിന് ഇവൻ ഈ പറയുന്ന നാട് തന്നെ, ഇവൻ ഇന്ത്യയിൽ തന്നെ ഉണ്ടായിരിക്കത്തില്ല, ഇവൻ ഇവിടുന്ന് രാജ്യം തന്നെ വിട്ടുകളയും. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ഈ പറയുന്ന ഒഫൻഡറിനെ നമ്മൾ എസ്കേപ്പ് ചെയ്യാൻ സഹായിക്കരുത്. അപ്പോൾ എന്താണ് മറ്റ് പ്ലേസുകളിലേക്ക് പിന്തുടർന്നു പോയി അറസ്റ്റ് ചെയ്യാനുള്ള അധികാരമുണ്ട്. അതാണ് സെക്ഷൻ 45 പറയുന്നത്. അപ്പോൾ ചോദ്യം ഇങ്ങനെയുള്ളൂ, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിൻ്റെ അധികാരപരിധിയിൽ മാത്രമേ അറസ്റ്റ് നടത്താൻ പറ്റുള്ളൂ? അല്ല, നമുക്ക് എന്ത് ചെയ്യാം? അറസ്റ്റ് ചെയ്യാം, പുറമേ പോയി പിടിച്ചുകൊണ്ട് വരാം എന്നുള്ളതാണ്. ഇനി അടുത്ത പറയുന്നതാണ് അനാവശ്യമായിട്ട് തടഞ്ഞു വെക്കാൻ പാടില്ല. 46 പറയുന്നു, അറസ്റ്റ് ചെയ്ത മതീഷിനെ കൊണ്ടുവന്നു, അതായത് മതീഷ് ചെയ്ത ഒഫൻസ് എന്ന് പറയുന്നത് നോക്കുക, ബെയിലബിൾ ആണോ നോൺ ബെയിലബിൾ ആണോ എന്താണ് എന്ന് നോക്കുക. ഓക്കെ, ഈ പറയുന്ന ഇപ്പം ഇതിൻ്റെ അടുത്ത് മതീഷിൻ്റെ അടുത്ത് ചോദ്യം വീട്ടുകാരെയും പേരും ഒക്കെ ചോദിച്ചിട്ട് മതീഷനെ ആദ്യം പറയാൻ പറ്റിയില്ല, പിന്നീടൊക്കെ പറഞ്ഞു തന്നെങ്കിൽ അപ്പോൾ എന്താണ് ജാമ്യം കൊടുത്ത് പറഞ്ഞു വിടാന്നല്ലേ നമ്മൾ പറഞ്ഞു. സോ അപ്പോൾ എന്താണ് അനാവശ്യമായി തടഞ്ഞു വെക്കാൻ പാടില്ല. ദ പേഴ്സൺ അറസ്റ്റഡ് ഷാൽ നോട്ട് ബി സബ്ജക്റ്റഡ് ടു മോർ റെസ്ട്രെയിൻ ദാൻ ഈസ് അൺനെസസറി ടു പ്രിവെൻറ്റ് ഹിസ് എസ്കേപ്പ്. അവിടെ രണ്ട് കാര്യങ്ങളും കൂടി ഉണ്ട്. ഒന്ന്, മതീഷിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ എന്താണ് മതീഷ് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നതിൽ കൂടുതൽ, അപ്പോൾ എന്താണ് നമ്മൾ ഓൾറെഡി ഹാൻഡ് കഫ് ഇട്ട് വെച്ചിരിക്കുകയാണ് മതീഷിനെ, അപ്പോൾ ഇവ ഓടിപ്പോകില്ല എന്നുള്ള, ഇല്ലെങ്കിൽ എന്താണ് പ്രിസണിൽ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ കൂടുതൽ എസ്കേപ്പ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഫോഴ്സ് ഉപയോഗിക്കുമല്ലോ, അതിൽ കൂടുതൽ അൺനെസസറി ആയിട്ട് തടഞ്ഞു വെക്കാനോ അതല്ലെങ്കിൽ ബലപ്രയോഗിക്കാനോ പാടുള്ളതല്ല. 46. ഇനി 47 പറയുന്നത് എന്താണ് പേഴ്സൺ അറസ്റ്റഡ് ടു ബി ഇൻഫോംഡ് ഓഫ് ഗ്രൗണ്ട്സ് ഓഫ് അറസ്റ്റ് ആൻഡ് ഓഫ് റൈറ്റ് ടു ബെയിൽ എന്നുള്ളതാണ്. അടുത്ത പറയുന്നു എന്താണ് അറസ്റ്റ് ചെയ്യപ്പെടുന്ന ആളെ അദ്ദേഹത്തിനെ എന്ത് കാരണം കൊണ്ടാണോ നിങ്ങളിവിടെ അറസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അത് മാത്രമല്ല, അപ്പോൾ എന്താണ് അറസ്റ്റ് ചെയ്യാൻ എന്ത് കയ്യിലിരിപ്പാണ് കൊണ്ടാണ് ഇവനെ ഇവിടെ അറസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് അവനോട് തന്നെ പറഞ്ഞു കൊടുക്കണം. 2 എന്താണ് റൈറ്റ് ഓഫ് ബെയിൽ, ഇവിടെ വന്നിരിക്കുന്നതൊക്കെ കൊള്ളാം, ഇതാണ് കയ്യിലിരിപ്പ്, ഓക്കെ, ഇതിനാണ് ഇവിടെ പിടിച്ചു വെച്ചിരിക്കുന്നത്. ഇനി അത് മാത്രമല്ല ജാമ്യം കിട്ടാനുള്ള വ്യവസ്ഥകളും അതിൻ്റെ അവകാശങ്ങളെയും കുറിച്ച് പറഞ്ഞു കൊടുക്കണം. അതാണ് 47 പറയുന്നത്. ഇതെല്ലാം എല്ലാ പോലീസുകാരുടെയും എന്താണ് എവരി പോലീസ് ഓഫീസറോ ഏത് പേഴ്സൺ ആയിക്കോട്ടെ അറസ്റ്റിങ് എനി പേഴ്സൺ, അപ്പോൾ വാറണ്ട് ഇല്ലാതെ എന്താണ് അറസ്റ്റ് ചെയ്യുകയാണല്ലോ, വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യത്തിൽ അറസ്റ്റ് ചെയ്യാ മൊമെൻറ്റിൽ തന്നെ അവനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഓക്കെ, ഈ ഒഫൻസിൻ്റെ നിങ്ങൾ ചെയ്ത കുറ്റകൃത്യത്തിൻ്റെ എല്ലാ പർട്ടിക്കുലേഴ്സും, അതായത് വേറൊന്നുമല്ല
ഈ വാറണ്ട് ഇല്ലാതെ അറസ്റ്റ്, വാറണ്ട് ഉണ്ടെങ്കിൽ എന്തായിരിക്കും, വാറണ്ടിനകത്തുണ്ട് എന്താണ് കാരണം, എന്തിനാണ് അറസ്റ്റ് ചെയ്യുന്നത് എന്നുള്ള. വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യുമ്പോൾ എന്തിനാണ് അറസ്റ്റ് ചെയ്യുന്നത്, അവനറിയായിരിക്കും, അവൻ്റെ കയ്യിലിരിപ്പോൾ എന്താണെന്ന് അവന് നല്ല ബോധ്യം കാണും, ഇതിനാണ് അറസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ പ്രൊസീജിയർ അനുസരിച്ച് അവൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കണം, ഇയാൾ താൻ ഈ കുറ്റകൃത്യം ചെയ്തിട്ടുണ്ട് എന്ന്. ഓക്കെ, അപ്പോൾ ഗ്രൗണ്ട്സ് പറയുന്നു. അങ്ങനെ നമ്മൾ എന്താണ് നോൺ ബെയിലബിൾ ഒഫൻസുകളൊക്കെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എന്താണ്, ഹി എൻഡേ ടു ബി റിലീസ്ഡ് ഓൺ ബെയിൽ ആൻഡ് ഹി മേ അറേഞ്ച്. ഇനി ചിലപ്പോഴെന്താണ് ഒരു നോൺ ബെയിലബിൾ ഒഫൻസ് എന്ന് പറഞ്ഞാൽ ജാമ്യം കിട്ടാത്ത തരത്തിലുള്ള കുറ്റകൃത്യങ്ങളാണ്. അപ്പോൾ പോലീസ് ഓഫീസർ എന്താണ് അറസ്റ്റ് ചെയ്യുന്നു, വാറണ്ടില്ലാതെയാണ് അറസ്റ്റ് ചെയ്യുന്നത്. അതർ ദാൻ എ പേഴ്സൺ അക്യൂസ്ഡ് ഓഫ് എന്താണ് നോൺ ബെയിലബിൾ കുറ്റകൃത്യങ്ങളല്ലാത്തുള്ള എന്താണ് ബെയിലബിൾ ഒഫൻസുകളാണ് കമ്മിറ്റ് ചെയ്ത ഒരുത്തനെയാണ് അറസ്റ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ പറയാണ്, കണ്ടോ ബെയിലബിൾ ഒഫൻസാണ്, ജാമ്യം കിട്ടുന്ന വകുപ്പാണ്, അപ്പോൾ ജാമ്യത്തിനുള്ള ഏർപ്പാടൊക്കെ ചെയ്തുകൊള്ളൂ എന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയോട് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണം. ഓക്കെ, ഇനി സെക്ഷൻ 48 പറയുന്നത് ഒബ്ലിഗേഷൻ ഓഫ് പേഴ്സൺ മേക്കിംഗ് അറസ്റ്റ് ടു ഇൻഫോം അബൌട്ട് അറസ്റ്റ് എക്സെട്ര ടു റിലേറ്റീവ്. ഇത് നമ്മൾ നേരത്തെ കണ്ടതാണ്. എന്താണ് അറസ്റ്റ് ചെയ്യപ്പെടുന്ന ആൾ എന്ത് ചെയ്തിരിക്കണം, അറസ്റ്റ് ചെയ്യപ്പെട്ട ആൾ മറ്റേ നമ്മൾ നേരത്തെ കണ്ടില്ലേ, വീട്ടിൽ വെച്ചിട്ടാണോ അതല്ലെങ്കിൽ പുറത്ത് വെച്ചിട്ടാണോ എന്നൊക്കെ ഉള്ളത് നോക്കുക. എന്താണ് ആ റൂൾസ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയൊക്കെ റൂൾസൊക്കെ അനുസരിച്ച് എന്ത് ചെയ്യുക, ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുക. നേരത്തെ നമ്മൾ കണ്ട അതേ പ്രൊവിഷൻസാണ്. അത് എന്ത് ചെയ്യുക മജിസ്ട്രേറ്റിൻ്റെ. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ഈ അറസ്റ്റഡ് പേഴ്സൺസിൻ്റെ അടുത്ത് ഈ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ എന്ത് ചെയ്തിരിക്കണം, അറസ്റ്റിൻ്റെ ഗ്രൗണ്ട് പറഞ്ഞു കൊടുക്കണം. ഇദ്ദേഹത്തിൻ്റെ മറ്റേ മെമ്മോറണ്ടം ഒക്കെ തയ്യാറാക്കി വെച്ചിരിക്കണമെന്ന് പറഞ്ഞില്ലേ. ഇനി മെമ്മോറണ്ടം ഇല്ല എന്നുണ്ടെങ്കിൽ വീട്ടുകാരെ അറിയിപ്പിക്കണം, വീട്ടുകാരെയോ ഫ്രണ്ട്സിനെയോ ആരെങ്കിലും അറിയിപ്പിക്കുക, അഡ്വക്കേറ്റിനെയൊക്കെ അറിയിപ്പിക്കുക. പിന്നെ ഈ അറസ്റ്റ് എല്ലാം ഡെസിഗ്നേറ്റഡ് പോലീസ് ഉദ്യോഗസ്ഥൻ അറസ്റ്റ് കൃത്യമായി രേഖപ്പെടുത്തുക, ജില്ലാ അടിസ്ഥാനത്തിൽ ഡിസ്ട്രിക്ട് ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് ഇതിനെ പറഞ്ഞു കൊടുക്കുക. ദെൻ പോലീസ് ഓഫീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന ഉടനെ അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയുടെ അടുത്ത് മതീഷിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, മതീഷെ നിന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇന്ന എന്താണ് റൈറ്റ് നിനക്കുണ്ട് എന്ന് അങ്ങോട്ടേക്ക് പറഞ്ഞു കൊടുക്കണം, തനിക്ക് ഇന്ന റൈറ്റുകളുണ്ട് എന്ന് പറയണം. ഇനി ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തി അല്ലെങ്കിൽ അറസ്റ്റുകൾ എൻട്രി ബുക്കുകൾ അതാത് സ്റ്റേഷനിലെ ഏതാണോ ഡിജിറ്റൽ മോഡാണെങ്കിൽ അങ്ങനെ, അല്ലാത്ത മോഡിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കണം. ഇനി അതുപോലെ തന്നെ എന്താണ് അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയെ എന്ത് ചെയ്യണം, 24 hours വെച്ച് നമ്മൾ എന്ത് ചെയ്തിരിക്കണം എന്നാണ് മജിസ്ട്രേറ്റിൻ്റെ മുന്നിൽ ഹാജരാക്കുമ്പോൾ മജിസ്ട്രേറ്റ് തന്നെ ചോദിച്ച് മനസ്സിലാക്കണം. എന്താണ് തൊട്ട് മുമ്പേ ഈ പറയുന്ന എന്ത് ഗ്രൗണ്ടിലാണ് അറസ്റ്റ് ചെയ്തതെന്ന് പോലീസുകാർ പറഞ്ഞു തന്നോ, ഇയാൾക്ക് എന്താണ് ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിക്ക് ജാമ്യവുമായി ബന്ധപ്പെട്ട് ഇന്ന അവകാശങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു തന്നോ എന്ന് മജിസ്ട്രേറ്റ് നേരിട്ട് ചോദിച്ച് ബോധ്യപ്പെടണം. ഇത് മജിസ്ട്രേറ്റിൻ്റെ അധികാരമാണ് പറയുന്നത്. ഇനി അടുത്തൊരു സെക്ഷൻ 49 പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സെർച്ച് ഓഫ് അറസ്റ്റഡ് പേഴ്സൺ ആണ്. അറസ്റ്റ് ചെയ്യപ്പെട്ട മതീഷിനെ നമ്മൾ എന്താണ് വ്യക്തിയെ പരിശോധിക്കാൻ പോവാണ്. അപ്പോൾ ഒരു എപ്പോഴൊക്കെയാണോ എ പേഴ്സൺ അറസ്റ്റഡ് ബൈ എ പോലീസ് ഓഫീസർ എന്താണ് വാറണ്ടിൻ പ്രകാരം എന്താണ് വിച്ച് ഡസ് നോട്ട് പ്രൊവൈഡ് ഫോർ ബെയിലൊന്നുമില്ല, അപ്പോൾ വാറണ്ട് പ്രകാരം അറസ്റ്റ് ചെയ്തു, അതല്ലെങ്കിൽ ചിലപ്പോൾ വാറണ്ട് അനുസരിച്ചാണ്. അപ്പോൾ വാറണ്ടെന്ന് പറയുന്നത് അറസ്റ്റ് ചെയ്യാനുള്ള ഉത്തരവാണ്. അപ്പോൾ ഈ വാറണ്ടിനകത്ത് തന്നെ എന്താണ് അറസ്റ്റ് വിത്ത് ബെയിലും കാണും, അറസ്റ്റ് വിത്തൗട്ട് ബെയിലും കാണും, വാറണ്ട് വിത്ത് ബെയിലും വാറണ്ട് വിത്തൗട്ട് ബെയിലും കാണും. എനിവേ ഓക്കെ, അപ്പോൾ വിത്ത് ബെയിലാണെന്നുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ ഉടനെ എന്ത് ചെയ്യുക, ജാമ്യമൊക്കെ കൊടുത്തു വിടുക. ഇനി അതല്ല ചില സാഹചര്യത്തിൽ എന്താണ് ഈ വാറണ്ട് ചിലപ്പോൾ ഫർണിഷ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിലുണ്ടായിരിക്കും. ഇനി എ പേഴ്സൺ ഈസ് അറസ്റ്റഡ് വിത്ത് വാറണ്ട് ഇല്ലാതെ ഒരുത്തിനെ നമ്മൾ അറസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് പേഴ്സൺ ആണ് എന്താണ് ഒരു പ്രൈവറ്റ് പേഴ്സൺ ഒരു വാറണ്ട് പ്രകാരം എന്താണ് ഇയാളെ നമ്മൾ അറസ്റ്റ് ചെയ്യുന്നു, എന്നാൽ ഇയാൾക്ക് ജാമ്യം എന്ന് പറയുന്നത് ലീഗലി ഇയാൾക്ക് ജാമ്യം അഡ്മിറ്റ് ചെയ്തിട്ടില്ല, അതല്ലെങ്കിൽ ഇയാൾക്ക് ജാമ്യം എന്ന് പറയുന്നത് ആവശ്യപ്പെട്ട ജാമ്യം ഇയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല, ഫർണിഷ് ചെയ്യാൻ ജാമ്യത്തുകയോ ആൾക്കാരെയോ അയാൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ അറസ്റ്റ് ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ ഇങ്ങനെ ഒരു അറസ്റ്റ് നടത്തി കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ അറസ്റ്റ് ഈസ് മെയ്ഡ് ബൈ എ പ്രൈവറ്റ് പേഴ്സൺ ദ പോലീസ് ഓഫീസർ ടു ഹൂം. അപ്പോൾ ചിലപ്പോൾ ഈ പറയുന്ന ഒരു വ്യക്തിയെ നമ്മൾ പലതരത്തിലുള്ള അറസ്റ്റ് കണ്ടു, അതിലൊരു പ്രൈവറ്റ് പേഴ്സൺ ആണ് ഇപ്പോൾ ഒരുത്തനെ അറസ്റ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. അപ്പോൾ അറസ്റ്റ് ചെയ്ത് നമ്മൾ പോലീസ് ഓഫീസറിന് മേക്ക് ഓവറും ചെയ്യുകയാണ് ആൻഡ് പ്ലേസ് ഇൻ സേഫ് കസ്റ്റഡി. അപ്പോൾ എന്താണ് ഈ കൊണ്ടുവന്ന വ്യക്തിയെ എന്ത് ചെയ്യുക,
എന്ത് ചെയ്യുക, ദേഹപരിശോധനയെല്ലാം നടത്തി അതിനുശേഷം ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന എല്ലാ ആർട്ടിക്കിൾസും നെസസറി വിയറിങ് അപ്പാരൽസ് ഒഴികെ, ആവശ്യമായി ധരിക്കാൻ ആവശ്യമായ വസ്ത്രങ്ങൾ ഒഴികെ അദ്ദേഹത്തിൽ നിന്ന് എന്തൊക്കെ കണ്ടെടുക്കുന്നോ അതെല്ലാം സീസ് ചെയ്യുക. അതിൻ്റെയൊക്കെ ഒരു റെസിപ്റ്റ് എന്താണ് എഴുതി തയ്യാറാക്കി ഈ പറയുന്ന വ്യക്തിക്ക് കൊടുക്കണം എന്നുള്ളതാണ്. അപ്പം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരാളെ അറസ്റ്റ് ചെയ്യുന്നു, വാറണ്ടോട് കൂടിയോ വാറണ്ട് ഇല്ലാതെയോ. വാറണ്ട് പ്രകാരം ചിലപ്പോൾ ജാമ്യത്തിനുള്ള വകുപ്പ് കാണാം, ചിലപ്പോൾ ജാമ്യത്തിനില്ലാത്ത വകുപ്പ് കാണാം. ഈ അറസ്റ്റ് ചെയ്യുന്നത് ചിലപ്പോൾ ഒരു പ്രൈവറ്റ് പേഴ്സൺ ആയിരിക്കും അറസ്റ്റ് ചെയ്യുന്നത്. ഈ പ്രൈവറ്റ് പേഴ്സൺ വാറണ്ട് ഇല്ലാതെ ആയിരിക്കാം അറസ്റ്റ് ചെയ്യുന്നത്. ഈ പ്രൈവറ്റ് പേഴ്സൺ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്ന വ്യക്തി പോലീസിനെ നമ്മൾ മേക്ക് ഓവർ ചെയ്ത് കൊടുക്കുന്നു. ഇങ്ങനെയുള്ള എല്ലാ സാഹചര്യങ്ങളിലും ഇവിടെ ഒരുത്തനുണ്ടല്ലോ, അവനെ നമ്മൾ അറസ്റ്റ് ചെയ്ത് വെച്ചേക്കുവാണല്ലോ, അവനെ ദേഹപരിശോധനയ്ക്ക് വിധേയമാക്കാം. അതാണ് എന്താണ് സെർച്ച് ഇൻ പേഴ്സൺ എന്ന് പറയുന്നത്. ദേഹപരിശോധനയ്ക്ക് വിധേയരാക്കുക. നെസസറി വിയറിങ് അപ്പാരൽസ് ഒഴികെ, ആവശ്യമായിട്ട് ധരിക്കാനുള്ള വസ്ത്രങ്ങൾ ഒഴികെ ബാക്കി എന്തൊക്കെ ശരീരത്തിൽ നിന്ന് നമ്മൾക്ക് കിട്ടുന്നോ അതൊക്കെ കണ്ടെടുക്കുക, സീസ് ചെയ്യുക. അതിലെല്ലാം കണ്ടെടുത്തതുമായി ബന്ധപ്പെട്ട് ഒരു റെസിപ്റ്റൊക്കെ എഴുതി തയ്യാറാക്കി അയാൾക്ക് തന്നെ കൊടുത്തിരിക്കുക എന്നുള്ളതാണ്. ഇനി ഫീമെയിലിനെ ആണ് നമുക്ക് സെർച്ച് ചെയ്യേണ്ട സാഹചര്യം വരുന്നത് എന്നുണ്ടെങ്കിൽ, അതായത് അതൊരു ഫീമെയിൽ പോലീസ് ഉദ്യോഗസ്ഥ തന്നെ വേണം എന്ത് ചെയ്യാൻ, ഈ പറയുന്ന ഫീമെയിലിനെ ദേഹപരിശോധന നടത്താനും. അത് എങ്ങനെയായിരിക്കണം, സ്ട്രിക്റ്റ് ഡീസൻസി ഫോളോ ചെയ്തിരിക്കുകയും വേണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ നമ്മളുടെ മൂന്നാമത്തെ ക്ലാസ്സാണിത്. അപ്പോൾ മൂന്നാമത്തെ ക്ലാസ്സിൽ നമ്മൾ അറസ്റ്റുമായി ബന്ധപ്പെട്ട അറസ്റ്റ് തീരുന്നില്ല, ഇനിയുമുണ്ട് അറസ്റ്റ്. അടുത്ത ഒരു ക്ലാസ്സോട് കൂടി നമ്മുടെ അറസ്റ്റ് നമ്മൾ എന്തായാലും വൈൻഡപ്പ് ചെയ്യും. സോ അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് എന്താണ് അറസ്റ്റ് എങ്ങനെ മേക്ക് ചെയ്യാം, അറസ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്ത പ്രൊവിഷൻസ് ആണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് എന്തിനെക്കുറിച്ചാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അറസ്റ്റ് ചെയ്ത വ്യക്തിയെ സെർച്ച് ചെയ്യാനുള്ള അധികാരമുണ്ട്. അത് ആണാണെങ്കിലും പെണ്ണാണെന്നുണ്ടെങ്കിൽ ഫീമെയിൽ പോലീസ് ഓഫീസർ തന്നെ ഈ ഫീമെയിലിനെ സെർച്ച് ചെയ്യണം എന്നുള്ളതാണ്. ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇവരുടെ കയ്യിൽ നിന്നൊക്കെ കിട്ടുന്ന സാധനങ്ങളൊക്കെ നമ്മൾക്ക് എന്ത് ചെയ്യാം, സീസ് ചെയ്യാം, എന്തൊക്കെയാണ് എന്നൊക്കെ ഉള്ളതിനെക്കുറിച്ചാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ നോക്കുന്നത്. സോ നമുക്കത് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കാണാം. ഓക്കെ, ശരി.